അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഭവം ഇതാണ്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തമിഴ്നാട്ടിലെ കായൽ പട്ടണം എന്ന പ്രദേശത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം നാട്ടിലാകെ വലിയ വരൾച്ചയുണ്ടായി. മഴയില്ലാതെ, ശുദ്ധജലമില്ലാതെ ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ജനങ്ങളെല്ലാം സ്വാലിഹായ, സച്ചരിതനായ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ അടുക്കൽ വന്ന് തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു. അതിൽ മനസ്സലിഞ്ഞ അദ്ദേഹം ഒരു ദുആ നിർവഹിച്ചു. ദുആ കഴിഞ്ഞ് അധികം സമയം കഴിയുന്നതിന് മുമ്പായി ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹവുമായി മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇത്രയാണ് ജനങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും. പക്ഷേ ആ വ്യക്തി മറഞ്ഞതോടുകൂടെ മഴ പെയ്തു. ആ നാടിൻ്റെ ദാഹവും ആവശ്യവും എല്ലാം പരിഹരിക്കുന്ന വിധത്തിലുള്ള മഴ. പിന്നീട് ആ സംഭവത്തെക്കുറിച്ചും അവിടെ ആഗതനായ വ്യക്തിത്വത്തെക്കുറിച്ചും മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്നാവാം, ജനങ്ങൾ മനസ്സിലാക്കിയത് വന്നത് മീകായിൽ അലൈഹിസ്സലാം എന്ന മഴ, ഇടി, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടുള്ള ചുമതലയിലിരിക്കുന്ന മലക്കായിരുന്നു എന്ന്. ആ വിശ്വാസം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പള്ളി ഇപ്പോഴും മീകായിൽ പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാം കാണുന്ന ദൃശ്യങ്ങൾ മീകായിൽ പള്ളിയുടെ അകത്തളത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് പറയുമ്പോൾ നാം കായൽ പട്ടണത്തേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ഏതാണ്ട് 47 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ് കായൽ പട്ടണം. എല്ലാം കൊണ്ടും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു മുസ്ലിം ഇസ്ലാമിക ഗ്രാമമാണ്. ഒരുപാട് പള്ളികൾ, ഒരുപാട് മഹാന്മാരായ സൂഫി വര്യന്മാരുടെ മക്ബറകൾ, ഇസ്ലാമികമായ സാംസ്കാരികതയുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും, അങ്ങനെ ഒരു വേറിട്ട നാട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് സങ്കല്പിക്കുക പ്രയാസം തോന്നുന്ന ഒരു നാട്. ഈ നാട്ടിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാം ഈ പറഞ്ഞുകൊണ്ടുവരുന്ന മീകായിൽ പള്ളി. അതിമനോഹരമായ, അതിപ്രാചീനമായ ഈ പള്ളി ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ പള്ളിയിൽ 2 ചരിത്രശേഷിപ്പുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഒന്ന്, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി പോർച്ചുഗീസുകാർക്കെതിരെ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വാളാണ്. രണ്ടാമത്തേത്, അദ്ദേഹം ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാത്രവും. മലയാളത്തിൽ ഈ വിവരണങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനകരമായി മറ്റൊരു കാര്യം കൂടി കാണാനും കേൾക്കാനുമുണ്ട്. മീകായിൽ പള്ളിയുടെ തൊട്ട് മുമ്പിലായി, അത് പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു മക്ബറയാണ്. ആ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മരക്കാർ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മലയാളിയായ ഒരു സൂഫി വര്യനാണ്. ഈ പ്രദേശത്ത് ഇസ്ലാം എത്തിച്ചേർന്നതിൻ്റെ ചരിത്രം അതിപുരാതനമാണ്. ചില ചരിത്രങ്ങൾ അനുമാനിക്കുന്നത് ഹിജ്റ 10 മുമ്പ് തന്നെ ഇസ്ലാം ഇവിടെ എത്തിയെന്നാണ്. 5 പ്രധാനപ്പെട്ട സഹാബിമാർ ഇവിടെ വന്നതായി ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അവരിൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ റളിയല്ലാഹു അൻഹു വരെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ പ്രദേശത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും.
അത്രയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും പേറുന്നുണ്ട് ഈ പ്രദേശം. 100-ലധികം മസാറുകൾ, മക്കാമുകൾ, മഹാന്മാരുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. വിശ്വചരിത്രകാരൻ സഞ്ചാരി ഇബ്ൻ ബത്തൂത്ത തൻ്റെ റിഹലയിലും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിലും ഈ അനുഗ്രഹീത പ്രദേശത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ കാഴ്ചകളും പ്രധാനമാണ്. എന്നാൽ അവയുടെ കൂട്ടത്തിൽ ഏറ്റവും ആധികാരികവും ഏറ്റവും ആത്മീയ അനുഭൂതി നിറഞ്ഞു നിൽക്കുന്നതുമായ ഒന്ന് മഹ്ളറത്തുൽ ഖാദിരിയ എന്ന ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും ഖുതുബിയത്തിൻ്റെയും മജ്ലിസ് തന്നെയാണ്. മഹാനായ ഗൗസുൽ ആളം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ മഹാനവറുകളുടെ 17ാമത്തെ പേരമകൻ അബ്ദുല്ലാഹിൽ ബഗ്ദാദി എന്നവർ സ്ഥാപിച്ച ഒരു ദിക്ർ ഖാനയാണ് ഇത്. അവിടെ ഇപ്പോഴും സജീവമായി ഖുതുബിയത്തും ദിക്റും അനുബന്ധ ആത്മീയ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. വൃത്താകൃതിയിലുള്ള ആ മഹത്തായ മജ്ലിസ് അതിൻ്റെ എല്ലാ ശാന്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്ത് സ്ഥാപിതമായി നിൽക്കുകയാണ്. മഹ്ളറത്തുൽ ഖാദിരിയ എന്നറിയപ്പെടുന്ന ഈ സമുച്ചയത്തിൽ തന്നെ ഒരു അതിപുരാതനമായ അറബി കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങൾക്ക് വേണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെയും ദായികളെയും ദാനം ചെയ്യുന്നത് ഈ സ്ഥാപനമാണ്. ഇബ്ൻ ബത്തൂത്ത എടുത്തു പറയുന്ന ഒരു കൗതുകം അവിടെയുള്ള 1000 കാൽ പള്ളിയാണ്. ആ പള്ളി ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് പുനരുദ്ധാരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പെരിയ ഖുതുബ പള്ളി എന്നാണ് പ്രദേശത്തുള്ളവർ ഈ പള്ളിയെ വിളിക്കുന്നത്. ഇതിൻ്റെ കൗതുകങ്ങൾ ഇബ്ൻ ബത്തൂത്ത വിശദമായി തൻ്റെ റിഹലയിൽ പറയുന്നുണ്ട്. നമ്മുടെ നാടിനെ ആത്മീയമായി പ്രശോഭിതമാക്കിയ മഹാന്മാരായ മഖ്ദൂമുമാർ ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക്, ആദ്യം കൊച്ചിയിലേക്കും പിന്നെ പൊന്നാനിയിലേക്കും വന്നത് എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ അവർ വന്ന നാടിൻ്റെ പേരായിരുന്ന മഅബർ കായൽപട്ടണമായിരുന്നു എന്നാണ് ചരിത്രം അനുമാനിക്കുന്നത്. മഅബറിൽ ഒരു ഇസ്ലാമിക സമൂഹം മാത്രമല്ല, ഒരു ഭരണകൂടം, ഡൈനാസ്റ്റി തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. മഅബർ സുൽത്താനേറ്റ് എന്നാണ് ചരിത്രം അതിനെ വിളിക്കുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ പേരെടുത്ത് അവരുടെ വിവരണങ്ങൾ ചേർത്ത് പരിചയപ്പെടുത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അടങ്ങുന്ന 5 മഹാന്മാരുടെ വീട്, ആ വീട്ടിൻ്റെ വിളക്കായിരുന്ന അവരുടെ പിതാവ് മഹാനായ സുലൈമാനുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനായ സുലൈമാനുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ഗുരുവര്യൻ പെരിയ ശംസുദ്ദീൻ ഷെയ്ഖ് എന്ന മഹാനവറുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റൊരു സൂഫി നക്ഷത്രമാണ്. അല്ലഫൽ അലിഫ് എന്ന അറബിയിലെ അനന്യമായ അതുല്യമായ പ്രവാചക കീർത്തനം രചിച്ച മഹാനുഭവൻ ഉമറുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മറ്റൊരു സഹോദരൻ ഷെയ്ഖ് സലാഹുദ്ദീൻ അൽ ഖാഹിരി എന്നവരും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമ്മുടെ ദറസുകളിൽ ആത്മീയ പരിപോഷണത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന സലാഹുദ്ദീൻ എന്ന ആത്മീയ കാവ്യഗ്രന്ഥത്തിൻ്റെ
കർത്താവ് കൂടിയാണ് മഹാനായ ഷെയ്ഖ് സലാഹുദ്ദീൻ അൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ ദറസുകളിലെ പ്രാഥമിക ഗ്രന്ഥങ്ങളായ മീസാൻ, അജ്നാസ് തുടങ്ങിയ സർഫ് എന്ന ശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനവറുകളും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ലബ്ബെ ആലിം എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആത്മീയ കാവ്യഗ്രന്ഥമായ റസാനത്ത് എന്ന മനോഹരമായ സാഹിത്യശില്പം, അതിൻ്റെ കർത്താവും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനവറുകൾ അബ്ദുൽ ഖാദിർ ഇബ്ൻ ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മത്തിനെ ആത്മീയമായി വൈജ്ഞാനികമായി നയിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഒരുപാട് മഹാന്മാരുടെ ഭൗതിക ശരീരം ഈ മണ്ണാണ് ഏറ്റുവാങ്ങിയത്. കായൽ പട്ടണത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത്, ഈ സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ ഇവിടെ കുടികെട്ടിയിരിക്കുന്ന ശാന്തിയും സമാധാനവുമാണ്. 35,000-ഓളം വരുന്ന ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും എപ്പോഴും സന്തോഷഭരിതരാണ്, ആത്മീയ പുളകിതരാണ്. അവരെ നയിക്കുവാൻ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ അവരെ ത്രസിപ്പിക്കുവാൻ ഒരു സിനിമാ തിയേറ്ററോ അങ്ങനെയൊന്നും ഇവിടെ ഇപ്പോഴുമില്ല. അങ്ങനെയൊന്നിനെക്കുറിച്ച് ഈ പ്രദേശത്തുള്ളവർ ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടുമില്ല. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ മണ്ണാണ് തമിഴ് മണ്ണ്. ആ അത്ഭുതങ്ങളുടെ മറ്റൊരു ക്രമം കൂടി പറഞ്ഞു വെക്കാം. അത് 3 തൊട്ടടുത്തായി കിടക്കുന്ന 3 നാടുകളാണ്. ഒന്ന് തിരുച്ചെന്തൂർ, അത് ഹൈന്ദവ സമൂഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. 2 തൊട്ടടുത്ത് കിടക്കുന്ന വീരപാണ്ഡ്യ പട്ടണം, അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാരാധനാ തീർത്ഥാടന കേന്ദ്രമാണ്. അതിനോട് ചാരിക്കിടക്കുന്ന മറ്റൊരു ഗ്രാമമാണ് കായൽ പട്ടണം. അത് ഇസ്ലാമിക സംസ്കൃതിയുടെയും സമൂഹത്തിൻ്റെയും സ്വന്തം മണ്ണാണ്. ആത്മീയതയ്ക്ക് മനുഷ്യനെ നയിക്കുവാൻ കഴിയുമെന്നും മനുഷ്യന് ശാന്തിയും സമാധാനവുമുള്ള ജീവിതം നൽകാൻ കഴിയുമെന്നും പഠിപ്പിച്ചു തരികയാണ് ഈ ഗ്രാമങ്ങളുടെ ക്രമം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.